തൃശൂർ കൊടകരയിൽ പൂജാരിയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതി റിമാൻഡിൽ. പറക്കാട്ടുകര സ്വദേശി സൂര്യയാണ് പിടിയിലായത്. മറ്റത്തൂർ സ്വദേശിയായ അജേഷിന്റെ വീട്ടിൽ പ്രശ്നപരിഹാരത്തിനായി എത്തിയ യുവതി അജേഷിന്റെ ഭാര്യയുടെ 12 പവനോളം സ്വർണമാണ് മോഷ്ടിച്ചത്. പൂജാരി അടുക്കളയിലേക്ക് മാറിയ സമയത്താണ് പ്രതി തന്ത്രപൂർവ്വം അലമാരിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയത്. തൃശൂർ പുതുക്കാട് അയൽക്കാരനെ കൈക്കോട്ടുകൊണ്ട് തലയിൽ വെട്ടിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 50,000 രൂപ പിഴയും കോടതി വിധിച്ചു. നെണിക്കര സ്വദേശി ചാക്കുണിക്കാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്നാണ് ചാക്കുണ്ണി 2015 കൈക്കോട്ടുകൊണ്ട് അയൽക്കാരന്റെ തലയിൽ വെട്ടി പരിക്കേൽപ്പിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 2 മാസവും അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. തൃശൂരിൽ കഞ്ചാവ് നൽകുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ വീട് കയറിയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. കടപ്പുറം സ്വദേശി ഉവൈസ്, വെളിച്ചെണ്ണപ്പടി സ്വദേശി അഫ്താബ് എന്നിവരാണ് പിടിയിലായത്. 2025 ഡിസംബർ 14 കേസിന് ആസ്പദമായ സംഭവം. കടപ്പുറം സ്വദേശി അൻസാറിനെയാണ് സംഘം ആക്രമിച്ചത്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ സംഘം വീട്ടിലെ കസേരകളും മേശയും അടിച്ച് തകർത്ത ശേഷം ഇരുമ്പ് കൊണ്ടുള്ള ആയുധം ഉപയോഗിച്ച് അൻസാറിനെ തലയ്ക്കും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലാവാനുണ്ടെന്നും ഇയാൾ വിദേശത്തേക്ക് കടന്നതായി സൂചനയുണ്ടെന്നും പോലീസ് പറഞ്ഞു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഓൺലൈൻ ട്രേഡിംഗ് വഴി കാട്ടൂർ സ്വദേശിയിൽ നിന്നും 1.94 കോടി രൂപ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. ഇടുക്കി സ്വദേശി അരവിന്ദ് സിബിയാണ് പിടിയിലായത്. വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ഓൺലൈൻ ട്രേഡിംഗ് വഴി വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വ്യാജ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യിപ്പിച്ച ശേഷം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ വൻ ലാഭം ലഭിക്കുമെന്നും HNI വിഭാഗത്തിലുള്ള IPO ട്രേഡിംഗ് നടത്താമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ്.